ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷൻ റംസാൻ നിലാവളി ഇസ്ലാമിക് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിലാണ്. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് ഇവിടെയുള്ള കസ്റ്റമേഴ്സിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. നമ്മൾ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ആണ്. 3 ചോദ്യങ്ങളും ഉത്തരമാക്കുന്നവർക്ക് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇസ്ലാമിക് കിസിലെ ആദ്യത്തെ മത്സരാർത്ഥി നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ ആളുടെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പേരെന്താണ്? ഷബ്ന. എവിടെ സ്ഥലം? പട്ടാമ്പി. പിന്നെ എങ്ങനെ പോണു നോമ്പൊക്കെ? ചൂടിൻ്റെ. ഓക്കെ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ അല്ല വന്നേ ഉള്ളൂ? അപ്പോൾ നമ്മളിത് ഓൾറെഡി കേരള വിഷനിലുള്ള ഇസ്ലാമിക് ക്വിസ് ആണ്. സാധാരണ നമ്മുടെ പ്രേക്ഷകർ കോൾ ചെയ്യുമ്പോഴാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉത്തരം നേടാറുള്ളത്. ഇത്തവണ നമ്മൾ നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർക്കിടയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു വിശേഷങ്ങളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ടെൻഷൻ ഉണ്ടോ? ആദ്യമായിട്ടാണ്. പേടിക്കൊന്നും വേണ്ട. ഞാൻ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ 3 ചോദ്യമാണ് ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തേന് 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി സിൽക്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? പേടിക്കേണ്ട, ചെറിയ ചോദ്യം ചോദിക്കുള്ളൂ. ആദ്യത്തെ ചോദ്യം നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ രാത്രി ആയത്തുൽ കുർസി സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. 1 സ്വർഗം ലഭിക്കാൻ, 2 രാത്രി മുതൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കാൻ, 3 പിശാചിൽ നിന്ന് രക്ഷ നേടാൻ. സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ ആൻസർ. ഞാൻ 3 ഓപ്ഷനാണ് പറഞ്ഞത്. പിശാചിൽ നിന്ന് രക്ഷ നേടാൻ, രാത്രി തൊട്ട് രാവിലെ വരെ അള്ളാഹുവിൻ്റെ മാലാഖമാരെ കാവലുണ്ടാവാൻ, സ്വർഗം ലഭിക്കാൻ. ഇതിലേത്? ഉറപ്പാണോ? ഞാൻ ഫിക്സ് ചെയ്യട്ടെ? റോങ് ആയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പക്കായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഞാൻ ചോദിച്ചത് എന്താ, രാത്രി ഉറങ്ങാൻ സമയത്ത് ആയത്തുൽ കുർസി എന്തിനാ ഓതണത്? അപ്പം ഞാൻ പറഞ്ഞ ആ രാത്രി മുതൽ പിറ്റേന്ന് നമ്മൾ എണീക്കുന്നവരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ചുറ്റും ഇരുന്ന് കാവലിരിക്കുന്നതാണ് പറയുക. അങ്ങനെയാണ് വിശ്വാസം. ആ ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാ ഞാൻ രണ്ടാമതും ചോദിച്ചത്, എന്ത് ശരിയാണോ. മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ടെൻഷനാവും. ടെൻഷൻ്റെ ഒരു പ്രശ്നമാണ്. ചിലതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ ചില സമയത്ത് ഒന്നാമത് ഇവിടെ ഭയങ്കര റഷാണ്. ഇവിടെ ഓഫർ സെയിലുണ്ട് തോന്നുന്നു അല്ലേ? ഓക്കെ. നല്ല റഷാണ്. അപ്പോൾ ആ റഷിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് വന്ന ആദ്യത്തെ ആളാണ്. അപ്പോൾ ആൾക്ക് ചെറുതല്ലാത്തതായിട്ട് നല്ല ടെൻഷനുണ്ട്. കൂടെ ഒരാളുണ്ടായിരുന്നു, കയറാൻ സമയത്ത് ആൾ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമ്മുടെ കൂടെ വരിക. ഒരുപാട് സന്തോഷം. താങ്ക് യു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലെ ബ്യൂട്ടി സിൽക്സിലെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് റെഡിയാണ്. നമുക്ക് പേരൊക്കെ ചോദിക്കാം. എന്താ മോളെ പേര്? ഫാത്തിമ ഹൈഫ. ഓക്കെ. തൻ്റെ പേര്? സജ്ന. പിന്നെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് വന്നേ ഉള്ളൂ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ടെൻഷനൊന്നും വേണ്ട. ഞാനൊരു 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ 3 ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇസ്ലാമിക് ക്വിസാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? പേടിയുണ്ടോ? പിന്നെ എന്ത് സൗണ്ട് തീരില്ലല്ലോ? കുറച്ച് ഉറക്കെ പറയോ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ഏത് സ്കൂളിലാണ്? അൻസാർ. ഓക്കെ. അപ്പോൾ വേറെ ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? നിങ്ങൾ 2 പേരും മാത്രം. ഓക്കെ. മോൾക്ക് എടുക്കാനോ അല്ല 2 പേർക്കും കൂടെ? ഓക്കെ. പിന്നെ എങ്ങനെ നോമ്പുണ്ടോ? ഇല്ല. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടല്ലോ ആ ഫേസിൽ. എന്നാൽ ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം, ലൈറ്റായിട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ചോദ്യം ഇതാണ്,
ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് ഉത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. സ്വർഗത്തിൽ തൂബ എന്നറിയപ്പെടുന്നത് എന്താണ്? തൂബ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ പറയാം. ഒരു പഴം, ഒരു മരം, ഒരു നദി, അല്ലെങ്കിൽ ഒരു വാതിൽ. എന്തായിരിക്കും? മരം. ഉറപ്പാണോ? ഏത് ക്ലാസ്സിലാണ് മദ്രസയിൽ പഠിക്കണേ? അല്ലെങ്കിൽ സ്കൂളിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് മോറൽ സ്റ്റഡീസ്? ഓക്കെ. ഇപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡാ? ഓക്കെ. ആരാ മോറൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിച്ചു തരണേ? മിസ്സിൻ്റെ പേരെന്താ? റംസീന. ഓക്കെ. അപ്പോൾ മിസ് പഠിപ്പിച്ചെന്നാണെങ്കിലും ഉത്തരം ശരിയാണ്. ഒരു മരത്തിൻ്റെ പേരാണ് തൂബ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ആൻസർ ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചെറിയൊരു ക്ലൂ മാത്രമേ തരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പതിവായി നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത്, ആ സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പ്രവാചകൻ, എല്ലാ സൂറത്തുകളും ശ്രേഷ്ഠമായതും മഹത്തായതുമാണ്, ആ കൂട്ടത്തിൽ നമ്മൾ വിശ്വാസികൾ പതിവായിട്ട് ഓതുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആവർത്തിക്കപ്പെടുന്നത് എന്ന് പറയുന്ന സൂറത്ത് ഏതാണ്? ഫാത്തിഹ. ഉറപ്പാണോ? നല്ല മോളാണല്ലോ. ഫാത്തിഹ. ഞാൻ ചെറിയ ക്ലൂ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഉത്തരം ശരിയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ വിശ്വാസികൾ പാരായണം ചെയ്യുന്ന സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ 2 ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. അപ്പം നല്ല മിടുക്കി കുട്ടിയായതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനും ക്ലൂ ഉണ്ടാവില്ല. പക്ഷേ ആൾ നല്ല മിടുക്കി ആയതുകൊണ്ട് ഞാൻ അത്ര വലിയ ചോദ്യം ചോദിക്കില്ല, കുഞ്ഞു ചോദ്യം ചോദിക്കുള്ളൂ. ചോദ്യം ഇതാണ്. മൂസാ നബിയും ഹാറൂൺ നബിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒരു തമ്മിലുള്ള ബന്ധം എന്താണ്? മൂസാ നബീനെ അറിയില്ലേ? മൂസാ നബിയും ഹാറൂൺ നബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കുറച്ചും കൂടെ ഡീപ്പാണ്. ഇതും കൂടെ ശരിയാക്കിയാൽ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് ആണോ എന്നാണ് ചോദിച്ചത്. ഉമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യുക. സഹോദരങ്ങൾ. ഓക്കെ. ഉമ്മേൻ്റെ ഹെൽപ്പാണോ അല്ലെ ഉറപ്പാണോ? വെറുതെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഉത്തരം ശരിയാണ്. സഹോദരങ്ങളാണ്. മൂസാ നബിയുടെ സഹോദരനാണ് ഹാറൂൺ നബി. ഇവർ തമ്മിൽ പലപ്പോഴും പല വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇസ്ലാമിക് ക്വിസിലെ ആദ്യത്തെ വിജയി ഹൈഫമോളാണ്. അപ്പോൾ ഹൈഫയ്ക്കുള്ള ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി സിൽക്സിൻ്റെ മാനേജർ ഗഫൂർ സാറെ സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ക്വിസിൽ ഇന്ന് നമ്മുടെ കൂടെ 3 പേരാണുള്ളത്. നമുക്ക് ഈ 3 പേരോടും കൂടെ വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ. എന്താണ് പേര്? മിന്ന, നാദിയ, നാഫിയ. മിന്ന, നാദിയ, നാഫിയ. കസിൻസ് ആണോ? ഫ്രണ്ട്സ് ആണോ? എന്താ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ? നൈബേഴ്സ് ആണ്. അപ്പോൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു? എന്താ എടുത്തത്? ചുരിദാറോ? ടെൻഷനായിട്ട് ഷറാറാണ് എടുത്തത്. അയ്യോ, അമ്പടി. ബാഗി പാൻറ്റും ടോപ്പും സെയിം. പരിഷ്കാരികളായിരിക്കും. ഏത് സ്കൂളിലാണ് പഠിക്കണേ? പേടിച്ചിട്ടാണോ നിൽക്കണേ? പേടിക്കൊന്നും വേണ്ട. ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾ ഇതൊന്നും ചോദ്യമല്ല, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കണതേ ഉള്ളൂ. നിങ്ങളുടെ പേടി മാറ്റാൻ ചോദിക്കുകയാണ്. ഏത് സ്കൂളിലാണ്? രണ്ടാളും ആനക്കര. ഏത് ക്ലാസ്സിലാ? ഇയാളോ? 5, 6, 7. ഓക്കെ. മദ്രസയിൽ പഠിക്കണ്ടോ അല്ലെ സ്കൂളിൻ്റെ കൂടെ തന്നെയാണോ? മദ്രസയിലുണ്ട്. അപ്പം ഞാൻ 3 ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ തരും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തെ ചോദ്യത്തിന് 2 ഉണ്ടാവില്ല. പക്ഷെ 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി സിൽക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടാവും. സമ്മാനം വാങ്ങോ? ഞാൻ ആദ്യം ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഞാൻ താഴെ പറയുന്നതിൽ ഏത് പ്രവാചകനാണ് ഈ രാജാവുമായിട്ട് ബന്ധപ്പെട്ടത്? ഒരു രാജാവിൻ്റെ പേര് ഞാൻ പറയും. ആ രാജാവ് ഈ പ്രവാചകൻ ഞാൻ പറയുന്ന ആൾക്കാരിൽ ആരായിട്ടാണ് ബന്ധപ്പെട്ടതെന്നൊന്ന് പറയണം. നമ്രൂദ് എന്ന രാജാവാണ് ചോദ്യത്തിലുള്ളത്. ഇബ്രാഹിം നബി, സുലൈമാൻ നബി, ഈസാ നബി, മൂസാ നബി. ഇവരിൽ ആരാണ് നമ്രൂദ് എന്ന് പറഞ്ഞ രാജാവ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇബ്രാഹിം നബി,
ദാവൂദ് നബി, ഈസാ നബി, മൂസ നബി. പഠിച്ചിട്ടുണ്ടാവോ ഈ കഥ? ഉറപ്പാണോ? ഹലോ, എന്താ ഒന്നും പറയാത്തേ? ഇബ്രാഹിം നബിയും നമ്രൂദും കണക്ഷൻ ഉണ്ടോ? എന്താ കണക്ഷൻ? ഇബ്രാഹിം നബി അല്ലേ ആദ്യം പറഞ്ഞത്? ഫിക്സ് ചെയ്യട്ടെ. തെറ്റോ? എന്റെ താത്തമാര് പറഞ്ഞ ഉത്തരം ശരിയായിരിക്കോ? ഫിക്സ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇബ്രാഹിം നബി എന്നാണ് പറഞ്ഞിട്ടുള്ള ഉത്തരം. ശരിയാടോ? ആ, പണ്ട് ഇബ്രാഹിം നബീനെ തീയിലിടാൻ ആരാ കൽപ്പിച്ചത്? നമ്രൂദ് രാജാവാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ച കണക്ഷൻ. പഠിച്ചില്ലേ ഇതൊക്കെ? മറന്നുപോയോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ള സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ. ഇതിനാണ് അത്ര പേടിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഓരോ മലക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ മലക്കുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടായിരിക്കും. ആ കൂട്ടത്തില് അന്ത്യദിനത്തിൽ കാഹളമൂതുന്ന ഡ്യൂട്ടി ആർക്കാ? ഇസ്രാഫീൽ ആയിരിക്കോ? ആവോ? ഉറപ്പാണോ? അന്ന് ഉറക്കെ പറഞ്ഞ അസ്രാഫീൽ. ഞാൻ അസ്രായിലാണോ? ഇസ്രാഫീൽ. ഉറപ്പാ? ശരിക്കോ? ആണോ? ഇവരെന്തായാലും ഞാൻ തെറ്റിക്കില്ല. ഓൾറെഡി നല്ല ടെൻഷനിലാണ്. ഇസ്രാഫീൽ ശരിയായിട്ടുള്ള ഉത്തരാണ്. ഒരാളുടെ ശരിയല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് സമ്മാനം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ പ്രവാചകനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഏത് അമ്മാവനാണ് ഇസ്ലാം സ്വീകരിക്കാത്തത്? ഒന്നുകൂടെ. നിങ്ങൾ പറഞ്ഞ അതേപോലത്തെ ഒരു പേരാണ്, പക്ഷെ നബിന്റെ അമ്മാവനാണ്. നിങ്ങൾ പറഞ്ഞ ആൾക്കാർ അമ്മാവന്മാരല്ല. ഈ അബൂല് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. എനിക്കറിയാം. അബൂ ത്വൽഹ അല്ല. അബൂ ത്വൽഹ എന്നവള് പറഞ്ഞ അതല്ല. ഇനി ഒരു ചെറിയ ചാൻസും കൂടെ ഉണ്ട്. ഇത് ലാസ്റ്റത്തെ ചോദ്യമാണ്. ഇതിന് ക്ലൂ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലൂ. അബു വെച്ചിട്ടാണ്. ഉറക്കെ പറയേ. അബു ആണോ? അബു ലഹബ് ആണോ? ഉറപ്പാണോ? ഞാൻ ഉറപ്പിക്കട്ടെ? നിങ്ങളെ യെസ് പറഞ്ഞാലേ ഞാൻ ഉറപ്പിക്കുള്ളൂ. യെസ്. തെറ്റിപ്പോയാലോ? സമ്മാനം കിട്ടാൻ ഞാൻ വിഷമാവോ? ഇല്ല. എന്നാൽ വിഷമിക്കേണ്ട. ഉത്തരം ശരിയാണ്. അബൂ ലഹബാണ് പ്രവാചകന്റെ ഇസ്ലാം സ്വീകരിക്കാത്ത അമ്മാവൻ. അപ്പോൾ തെറ്റിച്ച് പറഞ്ഞത് ഞാൻ അതാ മനഃപൂർവ്വം കേൾക്കാത്ത പോലെ ഒന്ന്. കുട്ടികളാവുമ്പോൾ നമുക്കൊരു ഒരു പ്രോത്സാഹനം വേണ്ട അല്ലേ? അപ്പോൾ നമ്മുടെ ഈ 3 കുഞ്ഞു പിള്ളേരും കൂടെ സമ്മാനം നേടിയിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ടി സിൽക്സിന്റെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള സുമതി മാമിനെ സമ്മാനം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എക്സാംസ് കഴിഞ്ഞോ? ഇവരെല്ലാരും കൂടെ കേട്ടോ. അതെ, എക്സാംസ് കഴിഞ്ഞോ? നിങ്ങൾക്കെല്ലാം നന്നായി എഴുതണം കേട്ടോ. പർച്ചേസ് കഴിഞ്ഞോ? ഇവിടുത്തെ എല്ലാം ഇഷ്ടമായോ? കളക്ഷൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടുത്ത പ്രാവശ്യം ബ്യൂട്ടി സിൽക്സിൽ തന്നെ വരണം കേട്ടോ. ഓക്കെ. എന്താ ടോണിയുടെ പേര്? ഓക്കെ, താങ്ക് യു മാം. ലവ്ലി ഇസ്ലാമിക് ക്വിസിലെ നമ്മുടെ ബ്യൂട്ടി സിൽക്സിലുള്ള എപ്പിസോഡിൽ അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് 3 പേരാണ്. നമുക്ക് ഇവരുടെ പേരൊക്കെ ചോദിക്കാം. പേരെന്താണ്? മുഹമ്മദ് അദീം, ഫാത്തിമ നഷ, ഐഷ, അൽഹന. നല്ല പേരാണല്ലോ. വെറൈറ്റി പേര്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞൂടെ? വെറൈറ്റിയാ. എന്തായിരുന്നു? ഫാത്തിമ നഷ. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാൻ വന്നേ ഉള്ളൂ? എന്താ വാങ്ങാൻ വിചാരിച്ചത്? ഓക്കെ, ഒരു ടൈപ്പ്. നോമ്പുണ്ടോ 3ആക്കും? എനിക്കുണ്ടോ? ശരിക്കും? എത്ര എണ്ണായി? ഫുള്ളെടുത്തോ? ഏട്ടം എടുക്ക. അപ്പോൾ നല്ല 3 പേരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. ഞാൻ 3 ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തെ ചോദ്യത്തിന് 2 ഉണ്ടാവില്ല. അത് മൂന്നാമത്തത് സമ്മാന ചോദ്യമാണ്. അതും കൂടെ ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. സമ്മാനം വാങ്ങോ? അപ്പം നേരത്തെ കണ്ടല്ലോ ഒരാൾ സമ്മാനമൊക്കെ വാങ്ങിച്ചു പോയത്. അപ്പോഴാണ് അങ്ങോട്ട് വരാൻ തോന്നിയത് അല്ലേ?
ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് ക്ലാസ്സിലാണ് മദ്രസിൽ? 3 പഠിക്കണ്ട, 8 ആ. അപ്പോൾ 8 എത്തിയ സ്ഥിതിക്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്: ഓരോ യുദ്ധത്തിലും പ്രവാചകൻ അനുചരന്മാർക്ക് എന്ത് ചെയ്യും? ഓരോ ഉപദേശങ്ങൾ കൊടുക്കും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ ഒരു യുദ്ധത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുയായികൾ കേട്ടില്ല. അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഇവർ ചില കാര്യങ്ങൾ ചെയ്തു, പക്ഷെ യുദ്ധം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് യുദ്ധത്തിലാണെന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണല്ലോ? ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം ക്ലിയർ ആയല്ലോ? ഏത് യുദ്ധത്തിലാണ് പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്വഹാബികൾ പെരുമാറിയത്? ഓപ്ഷന് ഞാൻ പറയാം: ബദർ, ഉഹുദ്, യമാമ, ഖന്തക്. ഇതിലേത് യുദ്ധത്തിലാണ്? അറിയോ? യമാമ. നമുക്ക് എല്ലാ ഉത്തരവും പറയാണ്ടോ? കേട്ടണോ? ഇല്ല, വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കേട്ടോളൂ. ഇനി കേട്ടണോ? 8 എത്തുമ്പോൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇത് പരിചയമുള്ള കഥയാണ്. ഏതായിരിക്കും? ഇനി എന്താ പറഞ്ഞാൽ യമാമല്ലേ? ഫിക്സ് ചെയ്യട്ടെ. തെറ്റിക്കോ താത്ത? തെറ്റിച്ചെന്താ കുഴപ്പമുണ്ടോ? പാവല്ല അല്ലേ? ഇവിടെ വെറുതെ വിടാം. കുഴപ്പമുണ്ടോ തെറ്റിപ്പോയാൽ? ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഉത്തരം യമാമയാണ്. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ഉത്തരം തെറ്റാണ്. യമാമ തെറ്റാ. ഏതായിരിക്കും? പിന്നെ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ബദർ, ഉഹുദ്, ഖന്തക്. ഇതിലേതാവും? നന്നായി പറഞ്ഞത്. അതും തെറ്റാണ്. ഏതാ? ഉഹുദ് യുദ്ധത്തിലാണ്. പ്രവാചകന്റെ ചോര ചിന്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉഹുദ് യുദ്ധത്തെ കുറിച്ചിട്ടാണ്. അപ്പം എന്തായാലും പങ്കെടുത്തു, നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ പറ്റി, അതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക? നമ്മളെ കൂടെ പങ്കെടുത്ത് എന്തായാലും സമ്മാനം വാങ്ങണം. ഓക്കെ, താങ്ക് യു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസ് ബ്യൂട്ടി സിൽക്സിലെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് റെഡിയാണ്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? മുബഷിറ, ഇർഫാന, മുഹമ്മദ് അഫ്ലഹ്. പിന്നെ സിസ്റ്റേഴ്സ് ആണോ? കസിൻസ് ആണ്. ഓക്കെ. എന്താണ് ഇയാളെ പേരെന്താ? ഐസിൻ. ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ രാവിലെ. നോമ്പിന് കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് വരണത് നല്ല ടാസ്ക് ആണ് അല്ലേ? അപ്പൊ തിരിച്ചു പോവാണോ? കഴിഞ്ഞോ? ഓക്കെ. ഇവിടുന്ന് കിട്ടിയോ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യം ചോദിക്കും, സിമ്പിൾ ആയിട്ടുള്ള 3 ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരും, രണ്ടാമത്തേന് ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തേന് 2 ഉണ്ടാവില്ല. പക്ഷെ 3 ഉത്തരങ്ങളും ശരിയാക്കി കഴിഞ്ഞാൽ ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പം നല്ല നമുക്ക് ആദ്യത്തെ ചോദ്യത്തേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്വർഗീയ സ്ത്രീകളിൽ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ടത് ആര്? സ്വർഗത്തിലെ ഏറ്റവും ഉന്നതരായ സ്ത്രീകൾ എന്നുള്ള കൂട്ടത്തിൽ ഞാൻ 4 പേര് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ ആരുടെ പേരാണ് സ്വർഗീയ സ്ത്രീകളിൽ ഖുർആനിൽ പറഞ്ഞതെന്നാണ് ചോദ്യം. 1 ആയിഷ ബീവി, ആസിയ ബീവി, മറിയം ബീവി, ഹന്ന. ഇതിലാരുടെ പേര്? ആയിഷ ബീവി, മറിയം ബീവി, ഹന്ന, ആസിയ ബീവി. ആയിഷ ബീവി റസൂലിന്റെ ഭാര്യ. ഓക്കെ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞിട്ടുള്ള ഉത്തരം. എന്താ പറയാൻ കാരണം? നബിയുടെ ഭാര്യമാരിൽ സ്വർഗാവകാശിയാണ്. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഓ, ഖദീജ ബീവിയോ? ഖദീജ ബീവിനെയാണല്ലോ കുറച്ചും കൂടെ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം തെറ്റായാൽ കുഴപ്പമുണ്ടോ? പക്ഷെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ സമ്മാനം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ എന്താവും, അറിയാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആയിഷ ബീവി എന്നുള്ള ഉത്തരം ചെറുതായിട്ടും തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം അതായിരിക്കും. ഞാൻ ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ലേ ഖദീജ? അല്ല അല്ല, ഇനി ഒരാളെ ബാലൻസ് ഉള്ളൂ. ആരാ? അല്ല, ഹന്ന ബീവി ആരാണ്? മറിയം ബീവിന്റെ ഉമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇനി നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇതിലൊരാളെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 ആളെ പേരാ പറഞ്ഞത്. ആസിയ ബീവി. ആസിയ ബീവി ആരാ? മറന്നുപോയോ? ആസിയ ബീവി ഫിർഔന്റെ വൈഫാണ്. അതായത് മൂസാ നബിയെ എടുത്ത് വളർത്തി. യെസ്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എങ്ങനെയാ മരിച്ചത് എന്നറിയാലോ? എങ്ങനെയാണ്? ദേഹം മുഴുവനും ആണികൾ അടിച്ചു കയറ്റിയിട്ടാണ്. അപ്പൊ ഇത്രയും അറിയാം, എന്നിട്ടാണ് ആള് തെറ്റിച്ചു പോയത്. അത് ടെൻഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ മത്സരിച്ച് ആ ഒരു
എന്താ പറയുക അറിവ് ഞങ്ങൾക്കും കൂടെ തന്നു. ആൾക്ക് അറിയുന്നതായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് മിസ്സായി പോയത്. അപ്പോൾ എന്തായാലും അടുത്ത തവണ വരിക, ഞങ്ങളുടെ കൂടെ സമ്മാനം വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും അസ്സലാമു അലൈക്കും. താങ്ക് യു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൽ ഇന്ന് നമ്മളുള്ളത് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിലാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ 2 വിജയികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൻ്റെ ഗിഫ്റ്റുകളും ലഭിച്ചു കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിജയികളുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും റംസാൻ മുബാറക്.